ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ബാക്കി ഇന്നലെ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് സി ആയിരുന്നു തെറ്റ്. അപ്പം INC ഫോം ചെയ്ത വർഷം എന്നാണ്? INC ഫോം ചെയ്ത വർഷം ചോദിച്ചാൽ 1785 ഡിസംബർ 28-നാണ് INC ഫോം ചെയ്തത്. INC ഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് ഏത്? സുരക്ഷാ വാൽവ് സിദ്ധാന്തം. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ INCയുടെ ഫോർമേഷനാണ്. INC കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് AO ഹ്യൂം. അതുപോലെ INCൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആയിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാലം അറിയപ്പെട്ടിരുന്ന പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. 1884 ഫോം ചെയ്താണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. പിന്നെ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഇനി ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 72 പേരും. എത്ര പ്രമേയം പാസ്സാക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ 9 പ്രമേയങ്ങളും. ഈ 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ച ആൾ G. സുബ്രഹ്മണ്യ അയ്യരുമാണ്. ഇനി INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു. അതിൻ്റെ വർഷം 1889 ഇനി ഇത് 89 ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനായിട്ടുള്ളത് വില്യം വെഡർബൺ ആയിരുന്നു. ഇനി ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസികയുടെ പേര് ഇന്ത്യ എന്നായിരുന്നു. അതേപോലെ 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന ചോദിച്ചുള്ളത് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആണ്. ആരാണ് രൂപീകരിച്ചത്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ. ഇനി കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ചോദിക്കാം. അത് ആനന്ദമോഹൻ ബോസ് ആണ് കേട്ടോ. കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണെങ്കിൽ അത് നമ്മുടെ ആനന്ദമോഹൻ ബോസ് ആണ്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ ഒരു സംഘടന എന്ന INCനെ വിശേഷിപ്പിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു. അതേപോലെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റീസ് എന്ന് വിശേഷിപ്പിച്ച ജഫ്രിൻ പ്രഭുവും. കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് കർസൻ പ്രഭുവായിരുന്നു. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് RC ദത്തയാണ്. 3 ദിവസത്തെ തമാശ എന്ന അമരാവതി സമ്മേളനത്തിൽ 1897 പറഞ്ഞതാണ് RC ദത്ത. ഇനി യാചകരുടെ സംഘടന എന്ന് പറഞ്ഞത് അരവിന്ദോ ഘോഷാണ്. യാചകരുടെ സംഘടന എന്ന് പറഞ്ഞു. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ അവധിക്കാല വിനോദ പരിപാടി എന്നൊക്കെ പറഞ്ഞത് ബാലഗംഗാധർ തിലകും. പ്ലേയിങ് വിത്ത് ബൈബിൾ ആണെങ്കിൽ ബിപിൻ ചന്ദ്രപാലും. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INCനെ പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യരും. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് INC എന്ന് അഭിപ്രായപ്പെട്ടത് AO ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണെന്ന് അഭിപ്രായപ്പെട്ട ലാലാ ലജ്പത് റായും. രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കപ്പെട്ട സംഘടന ചോദിച്ചാൽ അത് INCനെയാണ് കേട്ടോ. INCനെ. അതുപോലെ തന്നെ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ INC പ്രസിഡന്റ് ചോദിച്ചാൽ സീതാറാം കേസരിയാണ്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ചോദിച്ചാൽ അത് ഹക്കീം അജ്മൽ ഖാനും. ഇനി കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജനാണെങ്കിൽ അത് D. സഞ്ജീവയ്യാണ് കേട്ടോ. D. സഞ്ജീവയ്യാണ് ആദ്യത്തെ ദളിത് വംശജൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചതെന്ന്? കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചത്. അപ്പോൾ പയ്യന്നൂരാണെങ്കിൽ അത് നമ്മുടെ കെ കവളപ്പൻ്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ ഉപ്പ് നിയമം ലംഘിച്ചത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. അതായത് കെ കവളപ്പൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹം നയിച്ച ആളാണ് നമ്മുടെ മൊയ്യാരത്ത് ശങ്കരൻ. ഇനി ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം നോക്കണം. 1930 ഏപ്രിൽ 13-നാണ് ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1930 മെയ് 13 സ്റ്റാർട്ട് ചെയ്തു. പ്രധാന നേതാവ് നമ്മൾ പറഞ്ഞു കെ കവളപ്പനായിരുന്നു. ഇനി കെ കവളപ്പൻ കൂടാതെ തിരുവിതാംകൂറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാന നേതാവ് ചോദിച്ചാൽ P. കൃഷ്ണപിള്ളയാണ്. തിരുവിതാംകൂറിൽ നിന്നും പങ്കെടുത്ത പ്രധാന നേതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ P. കൃഷ്ണപിള്ളയുണ്ട്. P. കൃഷ്ണപിള്ളനെ കൂടാണ്ട് K. കുഞ്ഞപ്പൻ നമ്പ്യാർ, P. കേശവ നമ്പ്യാർ, PC. കുഞ്ഞിരാമൻ നമ്പ്യാർ ഇവരൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെയാണ്. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ചോദിച്ചത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് വരുന്നത്. രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയ ആളാണ് ആര്? കെ കവളപ്പൻ. ഇനി കെ കവളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാൽ 32 പേരാണ്. കെ കവളപ്പനോട്
മൈക്രോഫോണോട് കൂടിയിട്ട് 33 പേരാണ്. ഈ ജാഥേനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. ജാഥേനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആളാണ്. ഇനി കോഴിക്കോട് നമ്മൾ പറഞ്ഞു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഇനി കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെത്തി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച ഒരു ദിവസമുണ്ട്, അതും പഠിക്കണം. അത് ഏപ്രിൽ 23 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിക്കുകയുണ്ടായി. ഇനി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനമാണ് അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരെ. ഇനി പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹം ജാഥ നയിച്ചത്, അല്ലെങ്കിൽ പാലക്കാട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാരെന്ന് ചോദിച്ചാൽ അത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. കെ കേളപ്പൻ അറസ്റ്റ് വെച്ചതിന് ശേഷം മൊയ്യാത്ത് ശങ്കരൻ ഇത് ഏറ്റെടുക്കുക ചെയ്തത്. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയ ഒരു ദിവസം കൂടെ ഉണ്ട്, അത് 1930 മെയ് 12 കേട്ടോ. അടിച്ചമർത്തിയത് 1930 മെയ് 12. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ സജീവമായി പങ്കെടുത്ത നേതാക്കൾ നമ്മുടെ മൊയ്തു മൗലവി ഉണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്, അതുപോലെ മൊയ്യാരത്ത് ശങ്കരനൊക്കെ ഉണ്ട്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണമടഞ്ഞ വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ബെല്ലാരി ജയിലിൽ വെച്ചാണ് PC കുഞ്ഞിരാമൻ അടിയോടി മരണമടഞ്ഞത്. ഓക്കെ, ഇനിയും നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു ബാലൻ, 13 വയസ്സുള്ള ബാലൻ ആരാന്ന് ചോദിച്ചാൽ അത് K മാധവനാണ് കേട്ടോ. നമ്മുടെ പയസ്സിനിയുടെ തീരങ്ങളിലൊക്കെ എഴുതിയ K മാധവനാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 13 വയസ്സുകാരനായ ആ ബാലൻ. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? അതാണ് ബനാറസ് ഹിന്ദു സർവകലാശാല കേട്ടോ. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് 1916 ആരാണ് സ്ഥാപിച്ചത്? മദൻ മോഹൻ മാളവ്യാണ് കേട്ടോ. മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ചാണ് ബനാറസ് ഹിന്ദു സർവകലാശാല. അടുത്തത് 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണെന്ന് ചോദിച്ചാൽ അത് ദിവാൻ സർ CP രാമസ്വാമി അയ്യരിൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്നതാണ്. 1946 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് ഏത് സ്ഥലത്ത് നടന്നതാണ്? ആലപ്പുഴ ജില്ലയിൽ നടന്നതാണ് പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതാണ് CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നു. ഇനി പുന്നപ്ര വയലാർ സമരം ടൈമിലുള്ള ദിവാൻ നമ്മൾ ചോദിച്ചാലും അത് CP രാമസ്വാമി അയ്യരാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനാണ് ഈ സർ CP രാമസ്വാമി അയ്യർ. ഇനി ഇതിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് നമ്മുടെ VS അച്യുതാനന്ദൻ. ഇനി ഉലക്ക, പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉലക്ക എന്നത് രചിച്ചത് നമ്മുടെ P കേശവദേവാണ്. തലയോടാണെങ്കിൽ തകഴി രചിച്ചതുമാണ്. ഇനി പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉള്ളതായിരുന്നു എന്നഭിപ്രായപ്പെട്ട ആളാണ് C കേശവൻ. പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ളതായിരുന്നു അഭിപ്രായപ്പെട്ടത് C കേശവനാണ്. പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കളർക്കോടാണ്, ആലപ്പുഴയിൽ. ഇനി വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആളാണ് CK കുമാരപണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നു. ഇനി CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് നമ്മുടെ KCS മണിയായിരുന്നു. അതേ തുടർന്ന് CP രാമസ്വാമി തൻ്റെ ദിവാൻ പദവിയൊക്കെ രാജിവെച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ദിവാൻ CP ദിവാൻ CP രാമസ്വാമി അയ്യർ ൻ്റെ ടൈമിൽ ഉണ്ടായതാണ് ക്ഷേത്രപ്രവേശന വിളംബരം കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടന്ന സമയത്തും ആര് തന്നെയായിരുന്നു? സർ ദിവാൻ CP രാമസ്വാമി അയ്യർ തന്നെയായിരുന്നു. ഇനി മുല്ലപ്പെരിയാർ ടൈമിലുള്ള ദിവാൻ ആരാണ്? മുല്ലപ്പെരിയാർ ടൈമിലുള്ള ദിവാനാണ് V രാമയ്യങ്കാർ കേട്ടോ. മുല്ലപ്പെരിയാർ ടൈമിൽ V രാമയ്യങ്കാരായിരുന്നു. നിവർത്തന പ്രക്ഷോഭം 1938 ആ ടൈമിൽ T ഓസ്റ്റിൻ ആയിരുന്നു നിവർത്തന പ്രക്ഷോഭ ടൈമിൽ. ക്ഷേത്രപ്രവേശനം നമ്മൾ പറഞ്ഞു സർ CP രാമസ്വാമി അയ്യർ. ഇനി മലയാളി മെമ്മോറിയലിലെ ടൈമിൽ T രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ ടൈമിൽ. എന്നാൽ ഈഴവ മെമ്മോറിയൽ, ആദ്യത്തെ ഈഴവ മെമ്മോറിയലിലെ ടൈമിൽ ശങ്കർ സുബ്ബയ്യയും, രണ്ടാമത്തെ ഈഴവ മെമ്മോറിയലിലെ ടൈമിൽ K കൃഷ്ണസ്വാമി റാവുവുമായിരുന്നു ദിവാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് T രാഘവയ്യായിരുന്നു. ഇതിൻ്റെ എൻഡിങ് ടൈമിലാണെങ്കിൽ ME വാട്സുമായിരുന്നു. നമ്മുടെ സേതുലക്ഷ്മി ബായി T രാഘവയ്യനെ മാറ്റി ME വാട്സിനെയൊക്കെ ആക്കിയല്ലോ. അപ്പോൾ ആ ടൈമിൽ ME വാട്സുമായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞു CV രാമസ്വാമി അയ്യറിനെ കൊല്ലാൻ ശ്രമിച്ചത് നമ്മുടെ KCS മണിയാണ്. ആ ടൈമിൽ അദ്ദേഹത്തിൻ്റെ രാജിയൊക്കെ കൊടുത്തിട്ട് ദിവാൻ പദവി ഒഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ദിവാനായ ആളാണ് ഈ PJN ഉണ്ണിത്താൻ എന്ന് പറയുന്നത്. നമ്മുടെ അവസാനത്തെ ദിവാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ PJN ഉണ്ണിത്താനാണ്. ആക്ടിങ് ദിവാൻ ആയിരുന്നു, എന്നാലും അവസാനത്തെ ദിവാൻ എന്ന് പറയുമ്പോൾ അത് PJN ഉണ്ണിത്താനാണ്. ഇനി ദിവാൻ ഷൺമുഖൻ ഷെട്ടി ഏത് ടൈമിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 1936 ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരിൽ നടക്കുന്ന ടൈമിൽ കൊച്ചി ദിവാനായിരുന്നു ദിവാൻ ഷൺമുഖൻ ഷെട്ടി. അതുപോലെ ദിവാൻ VP മാധവറാവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒന്നും പ്രക്ഷോഭങ്ങളൊന്നും മനസ്സിലിപ്പം വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ ദാറ്റ് ഈസ് RLVൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് പുഷ്പക് കേട്ടോ. പുനരുപയോഗിക്കാൻ പറ്റുന്ന RLVൻ്റെ പേരാണ് പുഷ്പക്. ഇനി RLVൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കിക്കോ. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്നാണ് RLVൻ്റെ ഫുൾ ഫോം. ഇനി ദിവ്യാസ്ത്ര എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദിവ്യാസ്ത്ര നമ്മുടെ അഗ്നി 5 വിക്ഷേപിക്കുന്നതിൻ്റെ ആ മിഷൻ, ആ ദൗത്യത്തിൻ്റെ പേര് അവർ കൊടുത്തിരിക്കുന്നത് ദിവ്യാസ്ത്ര എന്നായിരുന്നു. ഇനി ഭാരതശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ 3 സേനകൾ, അതായത് വ്യോമം, കരസേന, നാവികസേന, ഈ 3 സേനകളുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അഭ്യാസമാണ് ഭാരത് ശക്തി എന്നറിയപ്പെടുന്നത്. അതിൻ്റെ വേദി എവിടെയായിരുന്നു? പൊക്രാൻ രാജസ്ഥാനിലായിരുന്നു. ശിവശക്തി പോയിന്റ് നമുക്കറിയാം, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ പോയിന്റിനെ വിളിക്കുന്നതാണ് ശിവശക്തി പോയിന്റ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗ്നി 5 ആണ് കേട്ടോ. ഈയിടയ്ക്ക് വിക്ഷേപിച്ചാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ട് അഗ്നി 5 വിക്ഷേപിച്ചത്. അഗ്നി 5ൻ്റെ ഒരു പരമാവധി ദൂരം എന്ന് പറയുന്നത് 5000 കിലോമീറ്റർ ആണ്. 5000 കിലോമീറ്റർ ആണ്. ഇന്റർ കോണ്ടിനെൻ്റൽ മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ്. അതിനൊരു ഇതുണ്ട്, ഒന്നിലധികം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ MIRV സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഈ MIRV എന്ന് പറയുന്ന സിസ്റ്റം വികസിപ്പിച്ച അല്ലെങ്കിൽ MIRV സിസ്റ്റം നമ്മുടെ മിസൈലുകളിൽ ഉൾപ്പെടുത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഓക്കെ. അപ്പോൾ MIRV ഉള്ളത് നമ്മുടെ US, UK, ഫ്രാൻസ്, ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങൾക്കുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇന്ത്യക്കും ഉണ്ട്. ഇനി അതുകൂടാണ്ട് 2017 പാകിസ്ഥാനും ഈ MIRV ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ധനുഷ് എന്താണ്? ധനുഷ് ഒന്ന് നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് അഗ്നികുൽ കോസ്മോസ് സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ ഒരു നോൺ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ നമ്മൾ വിളിക്കുന്നത് ധനുഷ് എന്നാണ്. ധനുഷ് എന്ന് പറയുന്ന ഒരു മിസൈലും ഉണ്ടെന്ന് തോന്നുന്നു. ഇനി പൃഥ്വി 3 ആണെങ്കിലും സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് പൃഥ്വി 3. അഗ്നി 4 എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്. ഇനി അടുത്ത താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി, ഏറ്റവും നീളം കൂടിയ നദി നമുക്കറിയാം, അത് ഗംഗയാണ്. ഇനി ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി എന്ന് പറയുമ്പോൾ അതേതാണ്? കൃഷ്ണയാണ് കേട്ടോ ആൻസർ വരുന്നത്. കൃഷ്ണയാണ് ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി. ഏറ്റവും നീളം കൂടിയത് ഗംഗ. രണ്ടാമത് ഏറ്റവും നീളം കൂടിയത് വരുന്നത് ഗോദാവരിയാണ്. ഗോദാവരിൻ്റെ നീളം എത്രയാണ്? 1465 ആണ് കേട്ടോ. 1465 കിലോമീറ്ററാണ് നമ്മുടെ ഗോദാവരിൻ്റെ നീളം. കൃഷ്ണയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. ഇനി ഗംഗയുടെ ആണെങ്കിൽ 25 കിലോമീറ്റർ ആണ്. ഇനി മഹാനദിയുടെ നീളമാണെങ്കിലോ അത് 851 കിലോമീറ്റർ ആണ് മഹാനദി. ഇനി കൃഷ്ണ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നർമ്മദയുണ്ട്. നർമ്മദേൻ്റെ നീളം, അതായത് പെനിൻസുലർ റിവേഴ്സ് എടുക്കുമ്പോൾ നർമ്മദയുടെ നീളം 1312 കിലോമീറ്ററും, മഹാനദി നമ്മൾ പറഞ്ഞു 851, കാവേരിക്ക് 800 കിലോമീറ്ററും, അതായത് താപ്തിയാണ് ഏറ്റവും ചെറുത് 724 കിലോമീറ്ററുമാണ് ഇതിൻ്റെ നീളങ്ങൾ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഇതിലേതാണ്? കൊങ്കൺ, വടക്കൻ സർക്കാസ്, കൊറമണ്ടൽ, സുന്ദരവനം. അതിൽ കൊങ്കണാണ്. കൊങ്കൺ പടിഞ്ഞാറൻ തീരസമതലമാണ്. ഇനി നമുക്ക് പടിഞ്ഞാറൻ തീരസമതലം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളവും പിന്നെ കർണാടകയുടെ സൗത്ത് പോർഷനും കൂടി ചേരുന്നതാണ് ഏത്? നമ്മൾ മലബാർ തീരം എന്നറിയപ്പെടുന്നത് മലബാർ തീരമാണ്. ഇനി കർണാടകയുടെ നോർത്ത് പോർഷനും
അതേപോലെ മഹാരാഷ്ട്രയുടെ പോർഷനും ചേരുന്നതാണ് കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത്. പിന്നെ ഗുജറാത്ത് തീരം അല്ലെങ്കിൽ കച്ച് തീരം എന്നൊക്കെ അറിയപ്പെടുന്ന ഗുജറാത്ത് മേഖലയുടെ ആ സൈഡ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കിഴക്കൻ തീരത്തിൽ കൊറോമണ്ടൽ എന്നറിയപ്പെടുന്ന തമിഴ്നാടും അതുപോലെ ആന്ധ്രേൻ്റെ തെക്ക് ഭാഗവും ചേർന്നതാണ് കൊറോമണ്ടൽ എന്നറിയപ്പെടുന്നത്. ഇനി ആന്ധ്രേൻ്റെ വടക്ക് ഭാഗവും നമ്മുടെ ഒഡീഷ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുന്നതാണ് നമ്മുടെ വടക്കൻ സർക്കാഴ്സ് എന്നറിയപ്പെടുന്നത്. ഇനി ഒഡീഷനെ മാത്രം നമുക്ക് ഉത്കൽ മേഖല എന്ന് കൂടെ പറയാം കേട്ടോ. ഒഡീഷനെ മാത്രമായിട്ട് ഉത്കൽ മേഖല എന്നും പറയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ വടക്കൻ സർക്കാഴ്സ് എന്നറിയപ്പെടും. വെസ്റ്റ് ബംഗാൾ ഭാഗമാണ് സുന്ദരവന പ്രദേശമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വസൈനാധിപൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, രാജ്യസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കൽ. ഇതിലേതാണ്? ഇതിൽ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ ആരാണ്? പ്രസിഡന്റ് അല്ല, അത് വൈസ് പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് ആണ് നമ്മൾ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ 3 ടൈപ്പ് അടിയന്തരാവസ്ഥയുണ്ട്. 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ, അതുപോലെ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്. ഇതുവരെയും പ്രഖ്യാപിക്കാത്തതായിട്ടുള്ള അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇത് 3 പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്. അത് കൂടാതെ ഉള്ള എക്സ്ട്രാ 2 അടിയന്തരാവസ്ഥയുണ്ട്. അതാണ് 355ഉം 365ഉം. അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇതിൽ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി നമ്മുടെ സർവ്വ സൈനാധിപൻ എന്നൊക്കെ അറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമുള്ളതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇനി നമ്മുടെ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 52 കേട്ടോ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്നത് 52ഉം. ഇനി രാഷ്ട്രപതിയുടെ ഭരണനിർവഹണ കർത്തവ്യങ്ങളെ പറ്റി പറയുന്നത് 53ഉം. രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജ് അല്ലെങ്കിൽ ഇലക്ഷനെ പറ്റിയൊക്കെ പറയുന്നതാണെങ്കിൽ അത് 54ഉമാണ്. ഇതിൽ നമ്മുടെ പ്രസിഡന്റിൻ്റെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതേപോലെ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ്. അതിൽ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും ഉൾപ്പെടെയുള്ളതാണ് കേട്ടോ. നിയമസഭയുണ്ട്, ഡൽഹിയിലെയും പുതുച്ചേരിയിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇത്രയും പേരാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിലുള്ളത്. ഇനി ആർട്ടിക്കിൾ 55 പറയുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ്. അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജിലുള്ള അംഗങ്ങളുടെ വോട്ടിൻ്റെ മൂല്യമൊക്കെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 55 പ്രകാരമാണ്. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് MLA-മാരുടെ വോട്ടിൻ്റെ മൂല്യം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ അത് അവരവരുടെ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ബേസിസിലായിരിക്കും അവരുടെ വോട്ടിൻ്റെ മൂല്യം കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തർക്കം പരിഹരിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണുള്ളത്. അതിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള തർക്കം പരിഹരിക്കാനുള്ള സുപ്രീം കോടതിയുടെ അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 71. ഇനി 56 പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധിയാണ്. 5 വർഷമാണ് കാലാവധി. എന്നാണോ അധികാരത്തിൽ പ്രവേശിക്കുന്നത് അന്ന് മുതലുള്ള 5 വർഷമാണ് എടുക്കേണ്ടത്. ഇനി 57 നമുക്ക് പ്രസിഡന്റിനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് ആർട്ടിക്കിൾ 57 പറയുന്നത്. 58 പ്രസിഡന്റിന്റെ യോഗ്യതകളെ പറ്റി പരാമർശിക്കുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക 15,000 രൂപ റിട്ടേണിംഗ് ഓഫീസർക്കാണ് കെട്ടിവെക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ 15,000 രൂപ റിസർവ് ബാങ്കിലോ ഗവൺമെന്റ് ട്രഷറിയിലോ കെട്ടിവെക്കാവുന്നതാണ്. അതിൽ നമ്മുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ആരാണ് ചുമതല വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭയിലെ ഒരു സെക്രട്ടറി ജനറൽ, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ സെക്രട്ടറി ജനറൽ ആയിരിക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ളത്. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് മത്സരിക്കാനുള്ള യോഗ്യതകൾ 1 നമ്മുടെ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സുണ്ടായിരിക്കണം, അതുപോലെ ലോകസഭ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാൻ പാടില്ല, പക്ഷേ ലോകസഭയിൽ അംഗമാകാൻ യോഗ്യത ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അതേപോലെ ആദായം പറ്റുന്ന ഒരു പദവിയും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കാൻ പാടില്ല. എക്സെപ്ഷൻ ഉണ്ട്. നിലവിലെ പ്രസിഡന്റ് ആണെങ്കിൽ മത്സരിക്കാൻ പറ്റും. അതുപോലെ നിലവിലെ വൈസ് പ്രസിഡന്റ്, നിലവിലെ ഗവർണർമാര്, പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്കും എല്ലാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വഹിക്കാൻ പറ്റും. അത് ആദായമുള്ള ഒരു ജോലി അതിൽ കണക്കാക്കപ്പെടുന്നില്ല. ഇനി പ്രസിഡന്റായി മത്സരിക്കുന്ന വ്യക്തികൾക്ക് എത്ര പേരാണ് ഇലക്ട്രൽ കോളേജിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടതും പിന്താങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ 50 പേര് നാമനിർദ്ദേശം ചെയ്യണം. പ്രസിഡന്റിനെ 50 പേര് നാമനിർദ്ദേശം ചെയ്യണം. അതുപോലെ ആ 50 പേരെ പിന്താങ്ങാൻ മറ്റൊരു 50 പേരും കൂടി വേണം. ഇനി പോൾ ചെയ്ത വോട്ടിൻ്റെ 1/6 ഭാഗമെങ്കിലും ലഭിക്കാത്ത സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച തുക നഷ്ടപ്പെടും. അപ്പം പ്രസിഡന്റിൽ ജയിച്ചില്ലെന്നിരിക്കട്ടെ, ജയിച്ചില്ലെങ്കിലും വോട്ട് എത്രയുണ്ട്, ആ ഒരു ടോട്ടൽ വോട്ടിൻ്റെ 1/6 ഭാഗം വോട്ട് ഉണ്ടെങ്കിൽ കെട്ടിവെച്ച തുക കിട്ടും, അല്ലെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി ആർട്ടിക്കിൾ 59 പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവി സംബന്ധമായ വ്യവസ്ഥകളെ പറ്റി പറയുന്നത്.
പ്രസിഡന്റ് ആവാനുള്ള വ്യവസ്ഥകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 59. രാഷ്ട്രപതി ആകുന്ന വ്യക്തി പാർലമെന്റ് ഇരുസഭകളിലെയും അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ ഒന്നും അംഗമാകാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 59. ഇനി രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 60. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലായിരിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിലാണെങ്കിൽ ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിന്റെ മുന്നിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്ന പട്ടിക ഏതാണ്? അത് 3-ാം പട്ടികയാണ് കേട്ടോ. പക്ഷെ 3-ാം പട്ടികയിൽ നമ്മുടെ പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ സത്യപ്രതിജ്ഞയെ പറ്റി പരാമർശിക്കുന്നില്ല. ഇനി ആർട്ടിക്കിൾ 61 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 61 അത് നമ്മുടെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 61. ഇനി പ്രസിഡന്റിനെ പുറത്താക്കാൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ലംഘനം മാത്രമാണ്. വേറെ ഒരു റീസൺ കൊണ്ട് നമുക്ക് പ്രസിഡന്റിനെ പുറത്താക്കാൻ പറ്റില്ല. ഇംപീച്ച്മെന്റ് എന്നത് പാർലമെന്റിന്റെ ഒരു അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമമാണ് കേട്ടോ. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിക്കാം, ഇംപീച്ച്മെന്റ് എന്താണ്? ഒരു അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമമാണ്. എത്ര പേര് ഒപ്പുവെച്ചാണ് ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കണമെന്ന് ചോദിച്ചാൽ 4. സഭയിലെ 4-1 വ്യക്തികൾ ഇതിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി പ്രസ്തുത പ്രമേയം പാസ്സാക്കുന്നതിനായിട്ട് വേണ്ട ഭൂരിപക്ഷമാണെങ്കിലോ അത് സഭയിലെ 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം. 2 സഭയിലും ഒരുപോലെ പാസ്സാക്കി എടുക്കുകയും വേണം. ഇനി പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ്? അത് ലോക്സഭയിലെയും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ടതും നോമിനേറ്റഡ് ചെയ്യപ്പെട്ടതുമായ എല്ലാ അംഗങ്ങളും ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കും. നിയമസഭാ അംഗങ്ങൾക്ക് ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുപോലെ ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി പ്രസിഡന്റ് രാജിവെക്കുകയോ നീക്കം ചെയ്യപ്പെടുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ എത്ര മാസത്തിനകമാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്ന് പ്രതിപാദിക്കുന്നത്? അത് 6 മാസമാണ് കേട്ടോ. 6 മാസത്തിനകം പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കണം. അങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് 62 കേട്ടോ. അങ്ങനെ 62-ൽ പറയുന്നുണ്ട്. ഇനി പ്രസിഡന്റിന്റെ അഭാവത്തിൽ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്. എന്നാൽ ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ആരായിരിക്കും ആക്ടിംഗ് പ്രസിഡന്റ്? അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിലാണെങ്കിലോ അത് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി ആയിരിക്കും. അപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അവിടെ നിയമിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഔപചാരിക ബന്ധം. അതാണ് ഇതിൻ്റെ ആൻസർ അല്ലാത്തത് കേട്ടോ. ഔപചാരിക ബന്ധം ഒന്നുമല്ല ഇതിൻ്റെ ആൻസർ. ഉയർന്ന സംഘബോധം, ചെറിയ സംഘം, നിരന്തരമായ ആശയവിനിമയമൊക്കെ ഇതിൻ്റെ ആൻസറാണ്. നമ്മുടെ SCRT-യിൽ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആവാനാണ് ഇത് ചാൻസ്. നമ്മുടെ UP സ്കൂൾ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ്? നമ്മുടെ SCRT എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ ക്ലാസ് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ കുടുംബം. അപ്പോൾ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിലെ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ ആളാണ് ഓക്ബേൺ കേട്ടോ. ഓക്ബേൺ ആണ് അങ്ങനെ പറഞ്ഞത്. ഓക്ബേൺ. ഓക്കെ, ആരാണ് പറഞ്ഞത്? ഓക്ബേൺ കേട്ടോ. ഓക്ബേൺ ആണ് അങ്ങനെ പറഞ്ഞത്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞനായ ഓക്ബേൺ ആണ് പറഞ്ഞത്. ഇനി കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ പറഞ്ഞാൽ അച്ചടക്കവും മര്യാദയും പങ്കുവയ്ക്കലുമാണ്. കുടുംബത്തിൻ്റെ ധർമ്മങ്ങളാണെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലം. ഇനി ഇവരുടെ സവിശേഷതകൾ എന്ന് പറയുമ്പം ലൗകികത അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി. ഇനി വൈകാരിക ബന്ധമാണ് കേട്ടോ, അല്ലാതെ ഔപചാരിക ബന്ധമല്ല. വൈകാരിക ബന്ധമാണ് ഇവർക്ക് വേണ്ടത്. പരിമിതമായ വലുപ്പം, ചെറിയ സംഘം, ശരിയാണ്. പിന്നെ ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെയാണ് ഇവരുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി ഇതിൽ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ് എന്നിലൂടെ എന്നത് ആരുടെ കൃതിയാണെന്ന് ഇതിൽ ഫസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിലൂടെ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതിയാണ് കേട്ടോ. എന്നിലൂടെ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. വായ്പാ നിയന്ത്രകൻ, സർക്കാരിൻ്റെ ബാങ്ക്, ഒരു രൂപ നോട്ട് അച്ചടിച്ചിറക്കൽ. ഓക്കെ, ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ശരിയായിട്ടുള്ള ചോദിച്ചേക്കുന്നത്. അതെ, 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്.
രൂപ നോട്ട് ഇറക്കുന്ന ആരാണ്? അത് ധനകാര്യ മന്ത്രാലയമാണ്. രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ധനകാര്യ മന്ത്രാലയം. അതിൽ ധനകാര്യ സെക്രട്ടറിൻ്റെ ഒപ്പാണുള്ളത്. ബാക്കി നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. RBI ഗവർണറിൻ്റെ ഒപ്പായിരിക്കും ഉള്ളത്. ഇനി രൂപ നോട്ടും നാണയങ്ങളുമാണ് ധനകാര്യ മന്ത്രാലയം അച്ചടിച്ചിറക്കുന്നത്. ഇനി വായ്പ നിയന്ത്രിക്കുന്നതിൽ റിസർവ് ബാങ്ക് തന്നെയാണ്. സർക്കാരിൻ്റെ ബാങ്ക്, പിന്നെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതായത് അവസാനം വലിയൊരു പ്രോബ്ലം വന്നിട്ട് അവസാനം കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്. 1935 ഫോം ചെയ്തതാണ് നമ്മുടെ ഈ RBI എന്ന് പറയുന്നത്. 34 ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തത്. പിന്നെ RBIൻ്റെ നമ്മുടെ പണപ്പെരുപ്പം, പണച്ചുരുക്കം പോലെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി RBI എടുക്കുന്ന ഒരു മെഷറാണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതിലുള്ളതാണ് ഈ റിവേഴ്സ് റിപ്പോ നിരക്ക്, ബാങ്ക് റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തി വെച്ച് വായിച്ചാൽ മതി. അടുത്ത ദിവസം പോകാം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷൻ 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണെന്ന്? കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയത് ദേശീയ ഹരിത ട്രൈബ്യൂണലാണ് കേട്ടോ. അവരാണ് 100 കോടി രൂപ പിഴ ചുമത്തിയത്. ഇനി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഓപ്പറേഷൻ ആവിഷ്കരിച്ചിരുന്നു. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ആണ് കേട്ടോ. ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ ചോദിച്ചാൽ ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ആണ്. ഓക്കെ. ഇനി 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. ഉത്കല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രകാശവർഷം ഒരു യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താ? പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതാണ് എന്ത്? ദൂരം കേട്ടോ. ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോഴ്സ് പവർ എന്ത് അളക്കുന്ന യൂണിറ്റാണ്? ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എന്ത് അളക്കുന്നതാണ്? അത് പവറാണ്. അതിൽ തന്നെ ഉണ്ടല്ലേ, പവർ അളക്കാൻ വേണ്ടിയാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ് കേട്ടോ. ഒരു ഹോഴ്സ് പവർ 746 വാട്ടാണ്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടുമാണ്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? 1000 വാട്ടാണ്. ഒരു കിലോ വാട്ട് അവർ ആണെങ്കിലോ, ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂളാണ് കേട്ടോ. ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂളാണ്. ഒരു കിലോ വാട്ട് ആണെങ്കിൽ 1000 വാട്ടുമാണ്. ഓക്കെ. ഇനി അതുപോലെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ഇനി പറയാനുള്ളത് ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ SCRT ആണ് കേട്ടോ. ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ SCRT എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നീളത്തിൻ്റെ നമ്മുടെ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ആണ്. ഇനി 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തിനെ എന്താണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആണ് കേട്ടോ. 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അതിൻ്റെ ഏറ്റവും കുറഞ്ഞ നീളമാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നറിയപ്പെടുന്നത്. ഇനി ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്നും, അല്ലെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തിനാണ് എന്ത് വിളിക്കുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്ററിന് തുല്യമാണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണ്? 15 കോടി കിലോമീറ്ററിന് തുല്യമാണ്. ഓക്കെ, 15 കോടി കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 150 മില്യൺ എഴുതാം. 150 മില്യൺ കിലോമീറ്റർ ദൂരമെന്നും എഴുതാം. മില്യണിൽ എഴുതുമ്പോൾ 150 മില്യൺ കിലോമീറ്ററിനും എഴുതാൻ പറ്റും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ ആദ്യത്തെ എൽവണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എർത്തിൽ നിന്നും ലഗ്രാഞ്ച് പോയിന്റ് 1 വരെയുള്ള ദൂരമൊക്കെ നമുക്കറിയാമല്ലോ. എത്രയാണ്? 1.5 ദശലക്ഷമാണ്. 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. അതല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ ആണ്. 15 ലക്ഷം അല്ലെങ്കിൽ 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് നമ്മുടെ ഭൂമിയിൽ നിന്നും L1 പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. പിന്നെ ഈ ദശലക്ഷത്തിന് തന്നെയാണ് എന്ത് പറയുക? മില്യൺ എന്ന് പറയാം കേട്ടോ. 1.5 അല്ലെങ്കിൽ 1.5 മില്യൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ സണ്ണും നമ്മുടെ എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ 1/10 എടുത്താൽ മതി. 150 മില്യൺ കിലോമീറ്ററിന് 1/10 എന്ന് പറയുന്നത് എന്താണ്? 15 മില്യൺ കിലോമീറ്റർ അല്ല, 1.5 കേട്ടോ. 1/10 അല്ല അപ്പം. ഓക്കെ, എന്തായാലും 1.5 ദശലക്ഷം അല്ലെങ്കിൽ 1.5 മില്യൺ, അതല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ ആണ് L1 പോയിന്റും എർത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
0.1% ആണ് കേട്ടോ. നമ്മുടെ L1 പോയിന്റും എർത്തിന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സണ്ണിൻ്റെയും എർത്തിൻ്റെ ഡിസ്റ്റൻസിൻ്റെ 0.1% എന്നാണ് പറയുന്നത്. അത് 1/100 എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പം നമ്മുടെ സണ്ണിൻ്റെയും എർത്തിൻ്റെ ആണെങ്കിൽ അത് 150 മില്യൺ കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് 15 കോടി കിലോമീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകാശം എന്താണ് 1 സെക്കൻഡ് കൊണ്ട് ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരം? അതാണ് എത്ര? 3 lakhs കേട്ടോ. 3 lakhs കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതല്ലെങ്കിൽ 3 × 10⁸ കിലോമീറ്റർ പെർ അവർ എന്ന് കൊടുക്കുക. ഇത് രണ്ടും പഠിച്ചു വെക്കുക. 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്, അതല്ലെങ്കിൽ 3 × 10⁸ കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി അത് മൈൽസിൽ പറഞ്ഞാൽ 1.86 lakhs 1.86 lakhs മൈൽസ് ആണ് കേട്ടോ. 1.86 lakhs മൈൽസ് ആണ്. ഓക്കെ, ഇനി ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് നമ്മൾ ഒരു പ്രകാശ വർഷം എന്ന് വിളിക്കുന്നത്. ഇനി പഠിക്കേണ്ടത് സെക്കൻഡ്, ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ ഡാഷ് ഭാഗമാണ് ഒരു സെക്കൻഡായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86,400 ഭാഗമാണ് കേട്ടോ. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സോളാർ ദിനത്തിൻ്റെ 1/86,400 ടൈംസ് ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടിസ്ഥാന അളവുകൾ നമ്മുടെ SI യൂണിറ്റുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? എത്ര SI യൂണിറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 7 SI യൂണിറ്റാണ്. 7 എണ്ണമാണ് കേട്ടോ. 7 എണ്ണമാണ് SI യൂണിറ്റുകളുള്ളത്. ഏതൊക്കെ വരും? നമ്മുടെ നീളം വരും, മാസ് വരും, മാസ് വരും, ടൈം വരും, വൈദ്യുത പ്രവാഹ തീവ്രത വരും, ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത, ഇനി താപനില ടെമ്പറേച്ചർ വരും, പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വരും, അതുപോലെ പ്രകാശ തീവ്രത വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ SI യൂണിറ്റ് ഉള്ളത്. 7 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാന്തത്തെക്കുറിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവത്തേക്കാൾ ശക്തമാണ്. ഇരു ധ്രുവങ്ങളുടെയും ശക്തി തുല്യമാണ്. ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവത്തേക്കാൾ തുല്യമാണ്, ശക്തി കൂടുതലാണ്. ഇനി കൃത്യമായി പറയാൻ കഴിയില്ല. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? അത് B ആണ് കേട്ടോ. ആൻസർ B. അതായത് 2 ധ്രുവങ്ങളുടെ തുല്യ ശക്തിയാണുള്ളത്. 2 ധ്രുവങ്ങൾ, ഇപ്പോൾ ഉത്തര ധ്രുവമാണെങ്കിലും ദക്ഷിണ ധ്രുവമാണെങ്കിലും ഇത് രണ്ടിൻ്റെയും കാന്തിക തീവ്രത അല്ലെങ്കിൽ കാന്തിക ശക്തി എന്ന് പറയുന്നത് തുല്യമാണ് കേട്ടോ, തുല്യമാണ്. നമ്മുടെ 8ാം ക്ലാസ്സിലെ SCRTയുടെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 കാന്തികത എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. 8ാം ക്ലാസ്സിൽ ചാപ്റ്റർ 11 കാന്തികത എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാം. കാന്തം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം മഗ്നീഷ്യ ആണ് കേട്ടോ. കാന്തം ആദ്യമായിട്ട് കണ്ടെത്തിയ സ്ഥലമാണ് മഗ്നീഷ്യ. മഗ്നീഷ്യയിൽ നിന്നും കണ്ടെത്തിയ ധാതുവിന് കൊടുത്ത പേരാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ മാഗ്നറ്റൈറ്റ് എന്നത് മഗ്നീഷ്യയിൽ നിന്നും കണ്ടെത്തിയ ധാതുവാണ് മാഗ്നറ്റൈറ്റ്. സ്വാഭാവിക കാന്തങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നതാണ് ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്ന്. എന്താണ്? സ്വാഭാവിക കാന്തങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിടുമ്പം ഒരു പ്രത്യേക ദിശയിലായിരിക്കും അവർ നിൽക്കുന്നത്, നോർത്ത് സൗത്ത് ദിശയിലായിരിക്കും അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ തെക്ക് വടക്ക് ദിശ എന്നാണ് നിസ്സാരത്തിൽ പറയുന്നത് എടുത്തപ്പോൾ തെക്ക് വടക്ക് ദിശയിലായിരിക്കും അവർ കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. ഇനി കാന്തത്തിൻ്റെ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിനെ നമ്മൾ നോർത്ത് പോൾ എന്നും തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് സൗത്ത് പോൾ എന്നുമാണ് അങ്ങനെ പേരിട്ടിരിക്കുന്നത്. കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരം ചോദിച്ചാൽ അത് അൽനിക്കോ ആണ് കേട്ടോ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിനു മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളെ വിളിക്കുന്നതാണ് മാഗ്ലേവ് ട്രെയിനുകൾ അഥവാ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചക്രങ്ങളില്ലാതെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ അല്ലെങ്കിൽ മാഗ്ലേവ് ട്രെയിനുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ട്രെയിനിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കാന്തിക പ്രഭാവത്തിൻ്റെ സഹായത്തിലാണ് ഇവർ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഊർജ്ജ നഷ്ടം ഉണ്ടാവുന്നില്ല, ശബ്ദ മലിനീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവുന്നില്ല. ഇനി ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ട് ആണ് കേട്ടോ. വില്യം ഗിൽബർട്ട് ആണ്. ഭൂമിക്ക് തെക്കും വടക്കും ധ്രുവങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാലും അതും വില്യം ഗിൽബർട്ട് തന്നെയാണ്.
ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാന്തിക ബലരേഖകളുടെ ദിശ. കാന്തത്തിന് പുറത്താണെങ്കിൽ അതിൻ്റെ ദിശ എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. എന്നാൽ കാന്തത്തിനകത്തോ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും ഈ കാന്തിക ബലരേഖയുടെ ദിശ പറയുന്നത്. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രവാഹം അനുഭവപ്പെടുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മുടെ കാന്തിക ഫ്ലക്സ് സാന്ദ്രത, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതിൻ്റെ യൂണിറ്റ് എന്താണ്? കാന്തിക ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റാണ് ടെസ്ലയാണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കാന്തിക ഫ്ലക്സ് സാന്ദ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് ആ സ്ഥാനത്തുള്ള കാന്തിക ഫ്ലക്സ് സാന്ദ്രതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു ബലരേഖകളുടെ എണ്ണമാണ്. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാലോ, ശക്തി നമ്മൾ പറഞ്ഞു രണ്ട് ഭാഗത്തും, അതായത് നമ്മുടെ ഭൂമിൻ്റെ കേട്ടോ, ഈ ഫ്ലക്സിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും കേട്ടോ, കാന്തത്തിൻ്റെ ധ്രുവം. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ സാന്ദ്രത അത് കൂടുതലുള്ളത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കും. ഇനി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അത് ഉരുക്കാണ് കേട്ടോ. പച്ചിരുമ്പിന് പകരമായിട്ട് നമ്മൾ ഉരുക്കാണ് സ്ഥിരകാന്തം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഉരുക്കിന് ഉയർന്ന റിറ്റൻറ്റിവിറ്റി ഉണ്ട്. ഉരുക്കിന് ഉയർന്ന റിറ്റൻറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ഥിരകാന്തം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി റിറ്റൻറ്റിവിറ്റി എന്താണ്? റിറ്റൻറ്റിവിറ്റി വശങ്കതയിലൂടെ ലഭിക്കുന്ന കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്ക് വശങ്കത എന്ന് പറയുമ്പോൾ ആ കാന്തിക ശക്തി നേടാനുള്ള കഴിവാണ്. ഇനി അത് നിലനിർത്താനുള്ള കഴിവാണെന്ന് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതിനുള്ള ശക്തി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഉരുക്കിനാണ് ഉള്ളത്. ഇനി വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാൻ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നതിനുള്ള കാരണം പച്ചിരുമ്പിൻ്റെ റിറ്റൻറ്റിവിറ്റി കുറവായതിനാലാണ്. അപ്പോൾ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ടെമ്പററി കാന്തങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ കാന്തമാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പച്ചിരുമ്പാണ്. കാരണം പച്ചിരുമ്പിന് എന്താണ്? റിറ്റൻറ്റിവിറ്റി കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ റീസൺ ആയിട്ട് വരും. ഇനി വൈദ്യുത കാന്തങ്ങളുടെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ പച്ചിരുമ്പുകളുടെ എണ്ണത്തെ ആശ്രയിക്കും. എണ്ണം കൂടുമ്പോൾ ശക്തി കൂടുന്നു. വൈദ്യുതിയുടെ അളവിനെ ആശ്രയിച്ചിരിക്കും. അത് തന്നെ, വൈദ്യുതിയുടെ അളവ് കൂടുമ്പോഴും ഇതിൻ്റെ ആ ഒരു കാന്തിക ശക്തി കൂടും. ഇനി കമ്പിച്ചുരുളിനകത്ത് പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം കേട്ടോ. കമ്പിച്ചുരുളിനകത്ത് പച്ചിരുമ്പ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഛേദതല വിസ്തീർണത്തെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഛേദതല വിസ്തീർണം കൂടുമ്പോഴും ഈ കാന്തിക ശക്തി കൂടുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് ഡാഷ് എന്ന്. ഒഴുകുന്ന ദ്രാവകത്തിൻ്റെ ഘർഷണത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസ്കോസിറ്റി എന്ന് വിളിക്കുക കേട്ടോ. വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി ഒരു പോസിറ്റീവ് ഫോഴ്സ് ആണോ അതോ ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വിസ്കോസിറ്റി ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ് കേട്ടോ. കാരണം സ്വതന്ത്രമായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ പുറകോട്ട് വലിക്കുകയാണ് അല്ലേ, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ അത് വിസ്കോസിറ്റി എന്ന് പറയുന്നതൊരു നെഗറ്റീവ് സാധനമാണെന്ന് നമുക്ക് പറയാം. ഇനി പ്രതലബലം എന്താണ്? പ്രതലബലത്തിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കാൻ അതിന് കഴിവുള്ളത് ആ പ്രതലബലം ഉള്ളതുകൊണ്ടാണ് ആ കഴിവുള്ളത് അതിന്. ഇനി കേശികത്തറിയും കാപ്പിലറി ഫോഴ്സ് ആണ്. അതായത് ചെറിയൊരു കുഴലിലൂടെ വെള്ളത്തിന് അങ്ങോട്ടേക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു കഴിവിനാണ് നമ്മൾ കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം എന്ന് വിളിക്കുന്നത്. ആ ഒരു കുഴലിൻ്റെ റേഡിയസ് കുറയ്ക്കുന്നതോറും അതിൻ്റെ ഒരു കാപ്പിലാരിറ്റി അത് കൂടിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ കേശികത്വ സ്വഭാവം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ സാന്ദ്രത പിന്നെ അറിയാലോ, ഡെൻസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബലം, നമ്മുടെ എസ്സിആർട്ടിലെ ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ചലന നിയമം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ നിയമം ആരാ കൊണ്ടുവന്നത്? ചലന നിയമം ഗുരുത്വാകർഷണ നിയമം കൊണ്ടുവന്നതാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ. സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇനി സർ ഐസക് ന്യൂട്ടൻ്റെ കുറച്ച് ബുക്കുകളുണ്ടല്ലോ, ഏതൊക്കെയാണ്? ഫിലോസഫിയ നാച്ചുറലാസിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൻ രചിച്ച കൃതിയാണ് കേട്ടോ. ഫിലോസഫിയ നാച്ചുറലാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൻ്റെയാണ്. അതുപോലെ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് അത് കൊണ്ടുവന്നത് നമ്മുടെ സർ ഐസക് ന്യൂട്ടൻ തന്നെയാണ്. നമുക്ക് ബലങ്ങൾ രണ്ടിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതായത് കോണ്ടാക്ട് ഫോഴ്സ് ഒന്ന് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലം അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലം എന്ന് ഡിവൈഡ് ചെയ്യാം. അതിൽ ഈ വിസ്കോസിറ്റി എന്നൊക്കെ പറയുന്നത് സമ്പർക്ക ബലത്തിന് തുല്യമാണ്. വിസ്കോസിറ്റി, ഘർഷണ ബലം ഇതൊക്കെ സമ്പർക്ക ബലമാണ്. എന്നാൽ സമ്പർക്കരഹിത ബലങ്ങളാണ് ഈ ഭൂഗുരുത്വാകർഷണം, ന്യൂക്ലിയർ ബലം, ഇതൊക്കെ എന്താണ്? സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു കാറ് 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/h നിന്നും 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡിൽ അതിൻ്റെ ത്വരണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ആക്സലറേഷൻ, ത്വരണമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്.
എ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രവേഗം എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആയിരുന്നു. അതായത് യു ആണ് 18 കിലോമീറ്റർ. അതെന്തായി? വി 36, അതായത് യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി. അപ്പോൾ 18 നിന്ന് 36 km/h മാറിയിട്ടുണ്ട്. ഓക്കെ. ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വെലോസിറ്റി ബൈ ടൈം ആണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈമിനാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇതിലുള്ള ചേഞ്ച് എന്താണ്? ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ച് 18ആണ്. ഇനി km/h ഇത് കിടക്കുന്നത്. അതിനെ m/s ആക്കാൻ 5/15 വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇനി ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? ടൈം 5 സെക്കൻഡ്സ് ആണ് അല്ലേ? 5 സെക്കൻഡ്സ് ആണ്. ഈ 18 ക്യാൻസലായി പോകും. ബാക്കി എത്ര വരും? 5 ക്യാൻസലായി പോകും. ബാക്കി 1 m/s² എന്ന് വരും. അപ്പോൾ ഇതിന് ആൻസർ എത്രയാണ്? 1 m/s² ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈദ്യുത ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുത ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ്? അത് 1 kWh ആണ് കേട്ടോ. ഇതിൽ പ്രൊവിഷണൽ ആൻസർ ആണ്, ചിലപ്പോൾ മാറി വരാം. ഇതിനെ പറ്റിയിട്ടുള്ള ആധികാരിക വിവരമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ 1 kWh, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 kWh ആണ് എന്നാണ് ഇതിനകത്തിൽ പറയുന്നത് കേട്ടോ. 1 kWh. നമ്മളൊരു kWhന്റെ ഇക്വേഷനൊക്കെ പഠിച്ചു അല്ലേ? 3.6 × 10⁻⁶ ജൂളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഇങ്ങനൊരു പോയിന്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2 വസ്തുക്കൾ തമ്മിലുള്ള ഭൂഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? പ്യുവർലി SCRT എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് SCRT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ 2 വസ്തുക്കൾ നമുക്ക് M1 M2 മാസുള്ള 2 വസ്തുക്കൾ എടുക്കാം. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണെന്ന് എടുക്കാം. ഇനി 2 പിണ്ഡങ്ങളും പകുതിയായി, 2 പിണ്ഡങ്ങൾ എന്തായി? പകുതിയായി. അപ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന് എന്താണ് സംഭവിക്കുക? ഇക്വേഷനാണ് F is equal to G M1 M2/r² എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും, ഈ മാസ് രണ്ടും ഹാഫായി എന്ന് വെച്ചാൽ എന്താണ്? ഈ വാല്യൂ എന്തായി? 1/4 ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഫോഴ്സ് 4 ടൈംസ് ആകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഫോഴ്സ് എന്താവുന്നു? സോറി, അങ്ങനെയല്ല, അതായത് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് G M1 M2/r² എന്നുള്ളത്. അതായത് നമ്മുടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് M1നും M2നും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. M1നും M2നും എങ്ങനെയാണോ വാല്യൂ വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ വാല്യൂ വ്യത്യാസം Fനും വരുന്നുണ്ട്. അതായത് M1ൻ്റെ M2ൻ്റെ വാല്യൂ /2 ആകുമ്പം, അതായത് /2 എന്ന് പറയുമ്പോൾ 2 × 4 ആയില്ലേ? അപ്പോൾ 1/4 ആകുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാവും? 1/4 ആകുമെന്ന് ആലോചിക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും? F/4 എന്ന ആൻസർ വരും കേട്ടോ. F/4 ആണ് ഇതിന് ആൻസർ വരുന്നത്. ഇനി പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ാണ് ക്വസ്റ്റ്യൻ. അതായത് ഏറ്റവും മാക്സിമം സ്പീഡ്, നമ്മുടെ ശബ്ദത്തിന് ഏറ്റവും മാക്സിമം സ്പീഡ് ഉള്ളത് ഏതിലാണ്? ഖരത്തിലാണ് കേട്ടോ. സോളിഡിലാണ് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ലിക്വിഡിലാണ്. പിന്നെ അത് കഴിഞ്ഞാലാണ് ഗ്യാസിൽ വേഗത ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ നമ്മുടെ വാക്വത്തിലൂടെ ശബ്ദം നമ്മൾ സഞ്ചരിക്കുന്നുമില്ല. ഓക്കെ, 9th സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഫിസിക്സ് ചാപ്റ്ററിലെ തരംഗചലനം, ചാപ്റ്റർ 7 തരംഗചലനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശബ്ദത്തിൻ്റെ ഓരോ മാധ്യമത്തിലെയും എന്താ പറയുക, വേഗതയെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഖരം, അതിൽ ഖരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലാണ്. 6420 m/s വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇനി സ്റ്റീലിലാണെങ്കിൽ 5941 m/s. ഇനി ദ്രാവകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ശുദ്ധജലത്തിലായിരിക്കും, 1482. കടൽ ജലത്തിൽ 1522. അപ്പോൾ കടൽ ജലത്തിലാണ് 1522 m/s സഞ്ചരിക്കുന്നത്. ഇനി വാതകത്തിലാണെങ്കിൽ, വായുവിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ 343 അല്ലെങ്കിൽ 340 m/s. ഹീലിയത്തിൽ അതിലും കൂടുതൽ വേഗതയുണ്ട്, 965 m/s വേഗതയുണ്ട് കേട്ടോ ഹീലിയത്തിൽ. ഇനി ശബ്ദം ജലത്തിലൂടെ സഞ്ചരിക്കുന്നത് ചോദിക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1482. അതുപോലെ വായുവിലൂടെ സഞ്ചരിക്കുന്നത് 340 m/s ആണ്. ഇനി ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം എത്ര സമയത്തേക്കാണ് ചെവിയിൽ തങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 1/10 സെക്കൻഡ് ആണ് കേട്ടോ. 1/10 സെക്കൻഡിലേക്ക് തങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഇതിന് 0.1 സെക്കൻഡ് നമുക്ക് പറയാം. തങ്ങി നിൽക്കുന്നത് 1/10 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 0.1 സെക്കൻഡ് ആണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ശ്രവണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഇനി ഒരു പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് എത്ര അകലെയായിരിക്കണം എന്ന് പറഞ്ഞാൽ 17 മീറ്റർ അകലെ ആയിരിക്കണം കേട്ടോ. ചുരുങ്ങിയത് ഒരു 17 മീറ്ററെങ്കിലും അകലെ ഇരിക്കണം, എന്നാൽ മാത്രമേ പ്രതിധ്വനി കേൾക്കാൻ പറ്റുള്ളൂ.
അതായത് 17 മീറ്ററിനെയും കാട്ടിലും കൂടുതൽ 17 മീറ്റർ അല്ലെങ്കിൽ 17 മീറ്ററിനെയും കാട്ടിലും കൂടുതൽ ഡിസ്റ്റൻസിലായിരിക്കണം ആ ഒരു സോഴ്സും പിന്നെ കേൾക്കുന്ന ആളും തമ്മിൽ ഇരിക്കേണ്ടത്. 17 മീറ്ററും അതിൽ കൂടുതലും ആയിരിക്കണം. ഇനി ഡാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഡാർട്ട് DART സുനാമി മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നതാണ് കേട്ടോ. ഡാർട്ട് എന്ന് പറയുന്നത് സുനാമി മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നതാണ്. ഡീപ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് ഡാർട്ടിൻ്റെ ഫുൾ ഫോം വന്നിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് ഇതും SCRT തന്നെ പ്രകാശം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? അതിന് യൂണിറ്റ് ഇല്ല കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് സോഴ്സ് എന്നാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ രണ്ടും വെലോസിറ്റി ആണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ആ രണ്ടിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന രണ്ടും കട്ടായി പോയിക്കോളും. അതുകൊണ്ട് തന്നെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇനി നമ്മൾ കുറച്ച് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ചില മീഡിയത്തിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് കാണാൻ പഠിച്ച് വെക്കണം. അതിൽ ഏറ്റവും കൂടുതൽ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിനാണ്, ഡയമണ്ടിനാണ്. 2.42 ആണ് കേട്ടോ. ഡയമണ്ടിൻ്റെ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.4 ആണ്. ഡയമണ്ടിൻ്റെ 2.42 ആണ്. അതിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്. ഇനി നമ്മുടെ വായുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 നിർത്താൽ മതി. വായുവിനാണ് ഏറ്റവും കുറവ്, അത് 1 ആണ്. ഇനി ജലത്തിൻ്റെ ആണെങ്കിലും അത് 1.33 ആണ്. ജലത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. ഗ്ലാസ് ആണെങ്കിൽ 1.52 ആണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.2 ആണ്. ഇനി മണ്ണെണ്ണയാണെങ്കിൽ അത് 1.44 ആണ് കേട്ടോ. മണ്ണെണ്ണയാണെങ്കിൽ 1.44 ആണ്. ഇതൊരു ബോക്സിലിട്ട് നമ്മുടെ SCRTയിൽ ഊർജ്ജതന്ത്രം പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞ ഫിസിക്സിലെ ചാപ്റ്ററിൽ ഒരു ബോക്സിലിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിൽ ഇതൊരു ബോക്സിലിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഇനി ഇതിൽ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? ഡയോപ്റ്റർ അത് പവർ, നമ്മുടെ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ. ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 1/f ഇൻ മീറ്ററിന് തുല്യമാണ്. അതായത് ഫോക്കൽ ലെങ്ത്ത് 1/, ഫോക്കൽ ലെങ്ത്തിന്, അത് ഫോക്കൽ ലെങ്ത്ത് സെൻറ്റിമീറ്ററിൽ വന്നതിന് നമ്മളതിനെ മീറ്ററിലാക്കിയിട്ട് വേണം പവർ കാണാൻ. പവറിൻ്റെ യൂണിറ്റാണ് ഈ ഡയോപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജ്ജം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജ്ജം എന്തായിരിക്കും? അതിന് ആൻസർ സ്ഥിരമായി നിലകൊള്ളും കേട്ടോ. അതിന് കൂടുതലോ കുറവൊന്നും ഉണ്ടാകത്തില്ല. അതിലെന്തായിരിക്കും? അതിൻ്റെ ഊർജ്ജം എങ്ങനെയായിരിക്കും? സ്ഥിരമായി നിലകൊള്ളും. ഇനി കാർബൺ 14-6 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിരിക്കും? ഇതെന്താണ്? എന്ത് കണ്ടാൽ മതി? ഇതിൽ നമ്മൾ 14 മുകളിൽ എഴുതിയിരിക്കുന്ന 14 എന്ന് പറയുന്നത് മാസ് നമ്പർ, അറ്റോമിക് മാസ് ആയിരിക്കും. 6 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ആകെ തുകയാണ് അറ്റോമിക് മാസ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ അറ്റോമിക മാസിൽ നിന്നും ഈ 6 മൈനസ് ചെയ്താൽ മതി. 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഈ മാസിൽ നിന്നും നമ്മുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അതായത് എത്രയാണ്? 8 ന്യൂട്രോണുകൾ, 6 എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. അപ്പം എന്താണ് ആൻസർ വരുന്നത്? ന്യൂട്രോണുകൾ 8ഉം പ്രോട്ടോണുകൾ 6ഉം ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹമല്ലാത്തത്? സംക്രമലോഹത്തിൽ ഏതാണ് വരാത്തത്? അയൺ, കോപ്പർ, അലൂമിനിയം, നിക്കൽ. ഇതിലേതാണ് സംക്രമലോഹത്തിൽ വരാത്തത്? അലൂമിനിയം ആണ് കേട്ടോ. അലൂമിനിയം. ഈ സംക്രമലോഹം എന്ന് പറയുമ്പോൾ ഇത് ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയാണ് വരുന്നത്? നമ്മുടെ തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് നമ്മൾ സംക്രമ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അലൂമിനിയം എന്ന് പറയുന്നത് ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. സംക്രമ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. എന്നാൽ അലൂമിനിയം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് മൂലകങ്ങളുടെ കേസിൽ വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെൻറ്റിൽ വരുന്നതാണ്. ഏതാണ് ഗ്രൂപ്പ് നമ്പർ? ഗ്രൂപ്പ് നമ്പർ ഏതാണ് വരുന്നത്? 13 ആണ് കേട്ടോ. 13ാമത്തെ ഗ്രൂപ്പിലാണ് അലൂമിനിയം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ വെള്ളം തിളയ്ക്കുന്നത് എത്രയാണ്? 99.6 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. സാധാരണ കേസിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കും വെള്ളം തിളയ്ക്കുന്നത്. പക്ഷേ 1 ബാറിൻ്റെ കേസിൽ അവർ എടുത്ത് പറയുന്നുണ്ട് 99.6 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. ഇനി മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഇതിൻ്റെ ആൻസർ എന്താണ്? കോപ്പറാണ് കേട്ടോ. ഇതിൽ സാധിക്കാത്ത ലോഹത്തിന് ആൻസറായിട്ട് വരുന്നത് കോപ്പറാണ്. ഇത് ഏതാണ്, ഇത് എന്തൊട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ഇല്ലേ, അതായത് മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ നോൺ മെറ്റൽസിൻ്റെ ഒക്കെ മൂലകങ്ങളുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് CRT-യിൽ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ മിനറൽ ആസിഡിന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോപ്പറാണ്. ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബാക്കി സിങ്ക്, അലൂമിനിയം, ക്രോമിയത്തിനൊക്കെ നമ്മുടെ ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയും. കാരണം അതിന് ഹൈഡ്രജനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മൂലകങ്ങളാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു 10th ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് A ആണ് കേട്ടോ. അതായത് CH2 ഗ്രൂപ്പിനാലാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഇത് ഒന്നെങ്കിൽ കാണാൻ പഠിച്ചു വെക്കുക. കാരണം നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, ആൽക്കെയിൻ ഫാമിലിനെ എടുക്കുക. ആൽക്കെയിൻ ഫാമിലിൻ്റെ ഫസ്റ്റ് വൺ ആണ് മീത്തേൻ എന്ന് പറയുന്നത്, അല്ലേ, മീത്തേൻ എന്ന് പറയുന്നത്. മീത്തേൻ എന്ന് പറയുമ്പോൾ N=1 ആണെന്നറിയാലോ. അപ്പോൾ CH4 ആണ്. ഇനി N=2 ആയിട്ടുള്ളതാണ് ഈതേൻ എന്ന് പറയുന്നത്, ഈതേൻ. അപ്പോൾ N=2 കൊടുക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ഈ ആൽക്കെയിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ചിലപ്പോൾ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. CnH2n+2 ആണ് ആൽക്കേനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈതേൻ ആണെങ്കിൽ C2H6 ആണ്. ഇനി N=3 നമ്മുടെ പ്രൊപ്പെയിൻ ആണെങ്കിലോ C3H എത്രയാ, 3 × 6 8 വരും. 2 × 3 6 + 2 8 വരും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ CH4 ഒക്കെ C2H6 ന്ന് CH2 നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു C പോയി, ബാക്കി എത്രയുണ്ട്, ഒരു C ഉണ്ട്. H2 പോയി, ബാക്കി എന്തുണ്ട്, ഒരു CH4 ഉണ്ട്. അതായത് നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് കിട്ടിയില്ലേ. അതേപോലെ ഈ C2H6 ന്ന് CH2 എടുത്ത് കളഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് വരും, ഒരു C പോയി, അപ്പോൾ എന്ത് വരും, ബാക്കി ഒരു C വരും. ഇതെന്നാണല്ലോ നമ്മൾ ഓൾറെഡി കളഞ്ഞത്. ഇനി C3H8 എന്നൊരു CH2 കളഞ്ഞാൽ ഒരു C പോയി, C2 വന്നു. H-ന്ന് എന്ത് പോയി, ഒരു 2 രണ്ടെണ്ണം പോയി. അങ്ങനെ C2H6 വന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ എലമെൻറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇവരെ. ആ ഒരു ഹോമോലോഗസ് സീരീസിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുത്ത് അതിൽ നിന്നൊരു CH2 എടുത്ത് കളഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള മൂലകമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ആൽക്കീന്, ആൽക്കൈന് ആ ഗ്രൂപ്പിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, ഇത് തന്നെ കിട്ടും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻ ഉണ്ട്, അല്ലേ, ആൽക്കൈൻ ഉണ്ട്. അതുപോലെ ആദ്യം ആൽക്കെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, CnH2n+2 ആണ്. അതുപോലെ ആൽക്കീൻ്റെ ഫോർമുലയാണ് CnH2n കേട്ടോ. ആൽക്കീൻ്റെ ഫോർമുല CnH2n-ഉം ആൽക്കൈൻ്റെ ഫോർമുല ആണെങ്കിൽ CnH2n-2 ആണ് കേട്ടോ. ആൽക്കൈൻ കണ്ടുപിടിക്കുന്നത് CnH2n-2 ആണ്. പിന്നെ നമ്മൾ വേറെ കാര്യം ഓർക്കേണ്ടത്, ആൽക്കീൻ്റെ കേസിൽ N=2 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആൽക്കൈൻ്റെ കേസിലും N=2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. N=1 എന്ന് പറഞ്ഞൊരു മൂലകം അതിനില്ല. കാരണം ആൽക്കെയിനിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൽക്കെയിൻ മീത്തേൻ ആണെങ്കിൽ ആൽക്കീനിലെ സിമ്പിളായിട്ടുള്ള ആൽക്കീൻ എന്ന് പറയുന്നത് ഈതീനും ആൽക്കൈനിൽ ഇതിന് സിമ്പിളായിട്ടുള്ള ആൽക്കൈൻ ഈതൈനുമാണ്. അതായത് അവർ N=2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഈ CHO ഗ്രൂപ്പ് ഇതിനെന്താ വിളിക്കുക, CHO ഗ്രൂപ്പിനെ ഇതിനെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. CHO ഗ്രൂപ്പാണ്. ഇനി COOH ഗ്രൂപ്പിനെ എന്താണെന്ന് വിളിക്കുക, അത് കാർബോക്സിലിക് ആസിഡിൻ്റെ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. മാലക്കൈറ്റിൽ നിന്നും വേർതിരിക്കാൻ കഴിയുന്ന ലോഹമാണ് ഏത്, കോപ്പർ കേട്ടോ. കോപ്പറിൻ്റെ ഒരു അയിരാണ് മാലക്കൈറ്റ് എന്ന് വിളിക്കുന്നത്. സിങ്കിൻ്റെ അയിരാണ് കലാമൈൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. CaCO3 ആണ്. കലാമൈൻ എന്ന് പറയുന്നത് എന്താണ്, CaCO3 ആണ്. അതുപോലെ സിങ്ക് ബ്ലെൻഡ് ZnS ആയിട്ടുള്ള സിങ്ക് ബ്ലെൻഡും എന്ത് തന്നെയാണ്, സിങ്കിൻ്റെ ഒരു അയിരാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അയിര് പഠിക്കുമ്പം അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ ആ ഫോമുല കൂടി നോക്കി വെക്കുക. ചിലപ്പം കാലമൈൻ ഇതിൽ ഏതാന്ന് ചോദിച്ചിട്ട് സിങ്ക് കോപ്പറും സിങ്ക് ബ്ലെൻഡ്, സിങ്ക് സൾഫൈഡിൻ്റെയും സിങ്ക് ഓക്സൈഡിൻ്റെ ഒക്കെ അവർ തരും. അപ്പോൾ അതിൽ ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. പിന്നെ അയൺ ആണെങ്കിൽ മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് ഒക്കെ അറിയാമല്ലോ. ഇനി അടുത്താണ് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കേട്ടോ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം എത്രയാണ്, അത് 1 to 3 ആണ് കേട്ടോ. 1 to 3 ആണ് pH മൂല്യം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യമാണ് 1 to 3. അടുത്ത ക്വസ്റ്റ്യൻ,
വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെത്രയാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് എനിക്ക് ആധികാരികമായിട്ട് ആൻസർ അറിയില്ല. അപ്പോൾ ഇതും ഓപ്ഷൻ സി 0.9% ആണ് ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഗാഢത. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരത്തിൻ്റെ ഗാഢത, താപനില, പ്രകാശത്തിൻ്റെ സാന്നിധ്യം, അഭികാരത്തിൻ്റെ നിറം. ഇതിനെ ബാധിക്കാത്ത ഏതാണ്? അത് അഭികാരത്തിൻ്റെ നിറമാണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതൊന്ന് നോക്കി വെച്ചാൽ മതി. ഇനി ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DNA പ്രൊഫൈലിംഗ് എന്നാണ് എന്നെ വിളിക്കുന്നത്. അതിൻ്റെ ആ ഒരു ക്രമീകരണം അനുസരിച്ചിട്ടാണ് നമ്മൾ DNA പ്രൊഫൈലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജീൻ മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ DNA-യിൽ ആ ഒരു പ്രത്യേക സ്വഭാവമുള്ള ജീനിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാനാണ് ജീൻ മാപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഇനി രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ മനുഷ്യ ജീനോം പദ്ധതി ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്നാണ്? അത് 1990-ലാണ് കേട്ടോ. ഹ്യൂമൻ ജീനോം പദ്ധതി സ്റ്റാർട്ട് ചെയ്ത വർഷം 1990-ലാണ്. ഈ ഇടയ്ക്ക് നടന്ന ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണെന്ന്. അതാണ് DMD എന്നറിയപ്പെടുന്ന ഡിസ്ട്രോഫി കേട്ടോ. ഡിസ്ട്രോഫിയാണ് ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ എന്നുള്ളത്. ഡിസ്ട്രോഫിനാണ് കേട്ടോ. ഡിസ്ട്രോഫിനാണ് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിലും കാർഡിയാക് മസിൽസിലും അതുപോലെ കുറച്ച് എമൗണ്ട് ബ്രെയിനിലെ നെർവസിൽ വരെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ജീനാണ് ഈ ഡിസ്ട്രോഫി എന്ന് വിളിക്കുന്നത്. ഇനി DNA പറ്റി പറഞ്ഞാൽ DNA-യുടെ ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ച ആൾക്കാരാണ് ജെയിംസ് വാട്സണും നമ്മുടെ ഫ്രാൻസിസ് ക്രിക്കും. DNA-യുടെ ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ച വർഷം ഒന്ന് നോക്കിക്കോ. 1953 അവതരിപ്പിക്കുകയും 1962 അതിനുവേണ്ടി അവർക്ക് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഇനി ഭൗതിക ശാസ്ത്രത്തിനുള്ള കെമിസ്ട്രിക്കുള്ള നോബൽ പുരസ്കാരമാണ് 1962 അവർക്ക് കിട്ടി. ഇനി എന്താ പറയുക, ഇതിന് രണ്ട് ഇഴകളാണുള്ളത്. അതുപോലെ തന്നെ ഒരു ഈ പടി നമ്മുടെ ഏണികൾക്കുള്ള പടി പോലത്തെ പടികളുണ്ട്. ആ പടികളിലാണ് നൈട്രജൻ ബേസ് കാണപ്പെടുന്നത്. ഇഴകളിലായിരിക്കും ഓക്സിജനും ഫോസ്ഫറസും കാണപ്പെടുന്നത്. ഇനി എന്താണ് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ DNA-യുടെ ഘടന തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ കിരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിനാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡെന്ന് ഉപയോഗിക്കുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് ഇവിടെ മാത്രമല്ല, നമ്മുടെ ആറ്റത്തിൻ്റെ ഘടനയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ DNA-യുടെ ഘടന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മെത്തേഡും കൂടാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്. അങ്ങനെ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. അതും കൂടെ ഒന്ന് ആലോചിക്കുക. റോസലിൻഡ് ഫ്രാങ്ക്ലിനാണ് വാട്സണും ക്രിക്കും DNA-യുടെ തന്മാത്രാ ഘടന അനാവരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തിൽ നിന്നാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മനുഷ്യൻ്റെ ആദ്യ പാലിൽ കൊളസ്ട്രം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ IgA ആണ് കേട്ടോ. IgA നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പാലിൽ അടങ്ങിയിരിക്കുന്നത് കൊളസ്ട്രോമാണ്. ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ കൊളസ്ട്രോം എന്ന് പറയുന്നത്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് എന്താണ്? അത് A ആണ് കേട്ടോ. A ആണ്. അങ്ങനെയാണെങ്കിൽ അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികൾ ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡികൾ ഏതാണ്? അതായത് അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി എവിടെ കാണപ്പെടുന്നു? ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നു. അതാണ് IgD കേട്ടോ. IgD ആണ്. ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്ന അലർജിക്കും മറ്റ് വിഷവസ്തുക്കൾക്കും എതിരെ പോരാടുന്നതാണ് ഇത് IgD എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ മറ്റു കോശങ്ങളെയും ബേസോഫിലുകളെയും ഉത്തേജിപ്പിച്ച് ഹിസ്റ്റമിനുകളെയും അതുപോലെയുള്ള വസ്തുക്കളെയും ഒക്കെ സ്വതന്ത്രമാക്കി അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാക്കുക എന്നൊക്കെ ഉള്ള ധർമ്മമുള്ള ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതെന്ന് ചോദിച്ചാൽ അത് IgE ആണ് കേട്ടോ. IgE ആണ്. എന്താണ്? മറ്റു കോശങ്ങളെയും ബേസോഫിലിനെയൊക്കെ ഉത്തേജിപ്പിച്ചിട്ട് ഹിസ്റ്റമിൻ പോലെയുള്ള വസ്തുക്കളെ സ്വതന്ത്രമാക്കാനും അലർജിക്കെതിരെ പോരാടാനൊക്കെ സഹായിക്കുന്നു. ഇത് മെയിൻലി കാണപ്പെടുന്നത് ശ്ലേഷ്മസ്തരത്തിലും ത്വക്ക്, ശ്വാസകോശം ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഈ IgE കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി മാതാവിൽ നിന്ന് പ്ലാസെൻ്റയിലൂടെ കടന്നു വന്ന്
നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന IG ഏതാണെന്ന് ചോദിച്ചാൽ അത് IgG ആണ് കേട്ടോ, G ആണ്. മാതാവിൽ നിന്ന് പ്ലാസൻ്റ വഴി കുട്ടികളിലേക്ക് എത്തുന്നതാണ് IgG. ഇത് മൊത്തത്തിലുള്ള ഇമ്യൂണോഗ്ലോബിനുകളുടെ ഏകദേശം 75% ഇത് തന്നെയാണ് ഈ IgG ആണ്. ഇനി രോഗാണുബാധയുണ്ടായ ഭാഗത്ത് ആദ്യം എത്തിയിട്ട് ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നതാണ് IgM കേട്ടോ. IgM ആണ് ഏറ്റവും ആദ്യം എത്തിയിട്ട് ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്. ഇമ്യൂണോഗ്ലോബുലിനുകളിലെ ഏറ്റവും വലുത് ചോദിച്ചാൽ അത് IgM ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ളത് കാണപ്പെടുന്നത് ഗ്രാനൈലാണ് കേട്ടോ, ഗ്രാനൈലാണ്. ആ ഒരു ഗ്രീൻ ലീവ്സ് അല്ലേ ഹരിതഗണത്തിലെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കണക്ട് ചെയ്യുക, ഗ്രാനൈലാണ്. അതായത് പ്രകാശഘട്ടം സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്രാനൈലും, ഇരുണ്ട ഘട്ടം സംഭവിക്കുന്നത് സ്ട്രോമയിലുമാണ്. ഇനി ഗ്രാനൈൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് ഗ്രാനൈൽ വെച്ചിട്ടാണ്. ഈ ഓക്സിജൻ്റെ ഉറവിടം ചോദിക്കാറുണ്ട്. നമ്മുടെ ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ എവിടെ നിന്നാണ് ഉറവിടം, അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണോ എന്ന ക്വസ്റ്റ്യൻ വരാറുണ്ട്. ജലമാണ് കേട്ടോ. ജലം വിഘടിച്ചാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്. ഹൈഡ്രജൻ എന്നിട്ട് എന്ത് ചെയ്യും, സ്ട്രോമയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ജലം വിഘടിക്കും, ഓക്സിജൻ സ്വതന്ത്രമാകും, അതിൽ നിന്നുള്ള ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു. ഇനി പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നത് ഗ്രാനൈൽ വെച്ചിട്ടാണ്. പ്രകാശോർജ്ജമാണല്ലോ സ്വീകരിക്കുന്നത്, അതിനെ രാസോർജ്ജമാക്കി മാറ്റും. ഇനി ഇരുണ്ട ഘട്ടം നടക്കുന്ന സ്ട്രോമയിലാണ്, അവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ATPയിലെ ഊർജ്ജം ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ അവിടെ എത്തിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്തിട്ട് ഒരു ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന നമ്മുടെ സ്ട്രോമയിലും ഗ്രാനൈലും പ്രോസസ്സ്. ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ അറിയപ്പെടുന്നത് കാൽവിൻ സൈക്കിൾ എന്നാണ് കേട്ടോ. കാരണം ഇത് കണ്ടുപിടിച്ചത് മെൽവിൻ കാൽവിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കാൽവിൻ സൈക്കിൾ എന്ന്. ഈ കാൽവിന് ഇത് കണ്ടുപിടിച്ചതിന് നൊബേൽ പുരസ്കാരം കിട്ടിയൊരു വർഷമുണ്ട്. അത് 1961 കേട്ടോ. നമ്മൾ നേരത്തെ വാട്സൺ ആൻഡ് ക്രിക്ക് നോബൽ സമ്മാനം 1962 പഠിച്ചു. അതുപോലെ നമ്മുടെ മെൽവിൻ കാൽവിന് നോബൽ പ്രൈസ് കിട്ടിയത് 1961 പഠിക്കുക. ഇനി പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വർണ്ണകമുണ്ട്. അത് ഏത് വർണ്ണകമാണ്? AB, കരോട്ടിൻ, സാന്തോഫിൽ. ഇതിൽ ഏതാണ്? ഹരിതകം A ആണ് കേട്ടോ. നേരിട്ട് പങ്കെടുക്കുന്ന ഹരിതകം A ആണ്. ബാക്കിയെല്ലാം സഹായകമായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ബിയും കരോട്ടിനും സാന്തോഫിലൊക്കെ സഹായകമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇനി ആന്തോഫിലാണെങ്കിലോ അല്ലെങ്കിൽ ആന്തോസയാനിൻ ആണെങ്കിലോ അത് പച്ചക്കറിയിലും പഴങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ആന്തോസയാനിൻ എന്ന് പറഞ്ഞ വർണ്ണക വസ്തു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന്. നമ്മൾ ചെറുകുടലിലാണ് വിരലുകൾ പോലുള്ള വില്ലസുകൾ കാണപ്പെടുന്നത്. അതിൽ ലിംഫ് ലോമികളെ വിളിക്കുന്നത് ലാക്ടേലുകൾ എന്നാണ് കേട്ടോ. ലാക്ടേലുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ. അടുത്ത പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ അത് ടെൻഡൻസ് ആണ് കേട്ടോ. ടെൻഡൻസ് ആണ് പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. എന്നാൽ സ്നായുക്കളോ അത് അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ അത് സ്നായുക്കളായിരിക്കും. ഇനി ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നാരുകൾ, സ്നായുക്കൾ, ടെൻഡൻസുകൾ, തരുണാസ്ഥി, ഇതെല്ലാം എന്ത് തന്നെയാണ്? യോജകകലയാണ്. അതുപോലെ ബ്ലഡ്, രക്തം എന്ന് പറയുന്നത് ഒരു യോജകകലയാണ്. ഏറ്റവും വലിയ യോജകകല എന്ന് അറിയപ്പെടുന്നതൊക്കെ രക്തമാണ്. തരുണാസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ പാലം, പിന്നെ നമ്മുടെ ചെവിയിലുള്ള ബോൺസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, മൃദുവായിട്ടുള്ള ബോൺസിനാണ് നമ്മൾ തരുണാസ്ഥി എന്ന് വിളിക്കുന്നത്. അടുത്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പെനിസിലിയം ആണെന്നാണ് കേട്ടോ. പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചത് പെനിസിലിയം ആണെന്നാണ് പറയുന്നത്. ഇനി ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ എന്ന് ചോദിച്ചാൽ നോവാവാക്സിൻ ആണ് കേട്ടോ. നമ്മുടെ അമേരിക്ക വികസിപ്പിച്ചാണ് ഏറ്റവും പുതിയ വാക്സിനാണ് നോവാവാക്സിൻ. നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് പുറകിൽ വരുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം അതിനകത്ത് പറയേണ്ടി വന്നതായതുകൊണ്ടും ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ടും ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് വഴി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോവിഡ് വാക്സിൻ നോവാവാക്സ് ആണ്. നമ്മുടെ അമേരിക്കയുടെ നോവാവാക്സ്. സ്പുട്നിക് V എന്നൊക്കെ പറയുന്നത് ആരുടെയാണ്? റഷ്യൻ്റെ ഉപഗ്രഹത്തിൻ്റെ പേര് കൊടുത്തേക്കുന്നതാണ്. റഷ്യൻ്റെ വാക്സിനാണ് സ്പുട്നിക് V. കോവിഷീൽഡും കോവാക്സിനും ആണെങ്കിൽ നമ്മുടെ വാക്സിനാണ്. അതിൽ കോവാക്സിനാണ് തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത്.
ഇനി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26-ൻ്റെ പ്രാധാന്യം എന്ത്? അത് അത്ര വലിയ എല്ലാവരും പഠിക്കുന്ന ഒരു ദിവസമൊന്നും അല്ല, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് വളരെ വേഗം ഫിൽട്ടർ ചെയ്യാൻ പറ്റും. വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 21-ആണ്. ജലദിനം മാർച്ച് 22-ആണ്. പരിസ്ഥിതി ദിനമാണെങ്കിലോ അത് ജൂൺ 5-ആണ്. അപ്പോൾ പിന്നെ കണ്ടൽ ദിനമാണ് എന്ത്? ജൂലൈ 26 കണ്ടൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലും ആഗോളതലത്തിലും വളരെയധികം ശ്രദ്ധ ലഭിച്ച ഒരു കണ്ടൽക്കാട് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? കല്ലേൽ പുക്കുടൻ കേട്ടോ. കല്ലേൽ പുക്കുടനാണ്. കല്ലേൽ പുക്കുടൻ അഭിനയിച്ചൊരു സിനിമയുണ്ടത് പാപ്പിലിയോ ബുദ്ധൻ കേട്ടോ. കല്ലേൽ പുക്കുടൻ അഭിനയിച്ച സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാപ്പിലിയോ ബുദ്ധയാണ്. ഇനി നമ്മുടെ ഈ കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രൂവ് ട്രീസ് എന്ന് പറയും. ഈ മാൻഗ്രൂവ് ട്രീസ് എങ്ങനെയാണ്? അവർ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ കിളിച്ച് നിൽക്കും, കാരണം അതിന് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ന്യൂമാറ്റോഫോർസ് ആണെന്ന് വിളിക്കുക കേട്ടോ. ന്യൂമാറ്റോഫോർസ് എന്നാണ് ഈ കണ്ടൽ ചെടികൾക്കുള്ള ആ ഒരു ബ്രീത്തിങ് ആയിട്ടുള്ള ഹോളിനെ അറിയപ്പെടുന്നത് ന്യൂമാറ്റോഫോർസ് എന്നാണ്. ഇനി കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കല്ലേൽ പുക്കുടൻ്റെ കൃതിയാണ് കേട്ടോ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, അതുപോലെ എൻ്റെ ജീവിതം, ചൂട്ടാച്ചി, ഇത് 3 കല്ലേൽ പുക്കുടൻ്റെ ആണ്. ചൂട്ടാച്ചി ഉണ്ട്, കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ജീവിതമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? മാത്സ് ആണ് കേട്ടോ. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. മാത്സ് അത്ര വലിയ കുഴപ്പിക്കുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ചെയ്ത് നോക്കാം. ഇതും മാത്സ് തന്നെയാണ്. പിന്നെ ഇവരുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് കേട്ടോ. ഇതെല്ലാം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കുറച്ച് മലയാളമുണ്ട്. ഓക്കെ, ഇത്രയാണ്. അതിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനോണിംസ് ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.